ഹലോ നമസ്കാരം. എല്ലാവർക്കും ഡാർക്ക് മോണിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നും മരുന്ന് ഉപയോഗിക്കാത്ത ഡോക്ടർമാരിൽ വിശ്വാസമില്ലാത്ത ചില വിശ്വാസങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നമുക്ക് പ്രയാസം കാണും. വളരെ അടുത്ത് ഞങ്ങളുടെ വീടിനടുത്ത് ഇത്ര ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ പോലീസും ചില വാർഡ് മെമ്പർമാരൊക്കെ അത്തരം പ്രശ്നങ്ങളിൽ ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കുകയുണ്ടായി. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇത്തരമൊരു വിഷയത്തെ പറ്റിയാണ്. വളരെ ദൂരം യാത്ര ചെയ്താണ് ഞങ്ങൾ ആ വീട്ടിലേക്ക് ചെന്നത്. ആ വീട്ടിലുള്ളവരെയും ചുറ്റുവട്ടവും എല്ലാം കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഇച്ചിരി കഷ്ടപ്പെടും. പലപ്പോഴും ഞങ്ങൾക്ക് വീട്ടുകാരുടെ വിശ്വാസങ്ങളൊക്കെ ഒരു വെല്ലുവിളിയായി മാറാത്തതുണ്ട്. പോരാത്തതിന് അവരുടെ പുരോഹിതന്മാരും മറ്റു ചിലരും അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന് കയറിയ നിമിഷം മുതൽ ഞങ്ങളോട് മാറി മാറി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഞങ്ങൾ ചെല്ലുന്നതിന് മുൻപ് ചില മതാചാര ചടങ്ങുകൾ കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് വന്നവരും അവിടെ വട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. വീട്ടുകാരുടെ അടുത്ത് കാര്യങ്ങളൊന്നും കൂടി ചോദിച്ചു. ഇവിടെ പെൺകുട്ടിക്ക് മുൻ ഭാര്യയുടെ ആത്മാവ് കൂടിയതാണ് എന്നാണ് കുട്ടിയുടെ ഭർത്താവും ആൾക്കാരെല്ലാവരും പറയുന്നത്. അവിടെ ഉണ്ടാകുന്ന പല സംഭവങ്ങളെപ്പറ്റിയും അവർ സംസാരിച്ചു. വളരെ നല്ലൊരു വിശ്വാസിനിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ. കോവിഡ് കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയിരുന്നു. കുറച്ച് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം മറ്റൊരു യുവതിയെ വിവാഹം കഴിച്ചു. ആദ്യ നാളുകൾ സന്തോഷം നിറഞ്ഞതായിരുന്നു. ആദ്യ ഭാര്യയുമായി താമസിച്ച അതേ ക്വാർട്ടേഴ്സിലേക്ക് തന്നെ അവർ മാറി താമസം ആരംഭിച്ചു. വീട് വൃത്തിയാക്കുന്നതിനിടയിൽ ആദ്യ ഭാര്യയുടെ ചില വസ്തുക്കളും മറ്റും ലഭിക്കുകയുണ്ടായി. അത് കത്തിക്കുന്നിടത്ത് കൊണ്ടുപോയി ഇട്ട കൂട്ടത്തിൽ അവരുടെ ഒരു പെർഫ്യൂം ബോട്ടിലും ഉണ്ടായിരുന്നു. അത് പുള്ളി വന്നെടുത്ത് അകത്ത് കൊണ്ടുവച്ചു. രാത്രികാലങ്ങളിൽ മിക്കപ്പോഴും അദ്ദേഹം തൻ്റെ ആദ്യ ഭാര്യയെപ്പറ്റി വാദോരാതെ സംസാരിക്കുമായിരുന്നു. അദ്ദേഹത്തിന് ഒത്തിരി ഇഷ്ടമായിരുന്നു ആദ്യ ഭാര്യ. അത് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നോക്കിയാൽ മനസ്സിലാകുമായിരുന്നു. ചുറ്റുമുള്ള ക്വാർട്ടേഴ്സിലെ ആളുകൾ പോലും ആ മരിച്ചുപോയ പെൺകുട്ടിയെപ്പറ്റി ഈ പുതിയതായി വിവാഹം കഴിഞ്ഞു വന്ന പെൺകുട്ടിയോട് പറയുമായിരുന്നു. അത്രയ്ക്ക് സ്നേഹം നിറഞ്ഞ സ്ത്രീയായിരുന്നു. ശാന്ത സ്വഭാവം, എല്ലാവരെയും വലിപ്പച്ചെറുപ്പമില്ലാതെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമ. ആര് വന്നാലും ഒരു ചെറു പുഞ്ചിരിയോടെ സ്വീകരിക്കുന്നവൾ. ഇടയ്ക്കൊക്കെ ആ ക്വാർട്ടേഴ്സിൽ ചിലർ മരിച്ചുപോയ പെൺകുട്ടിയുടെ ആത്മാവിനെ കണ്ടതായി പറഞ്ഞിട്ടുമുണ്ട്. രണ്ടാം ഭാര്യ, അവർ വളരെ ഗൗരവക്കാരിയായിരുന്നു. ഈ മരിച്ചുപോയ പെൺകുട്ടിയെപ്പറ്റി ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത് പലപ്പോഴും ഇവർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ പിണങ്ങി കുറച്ച് ദിവസം സ്വന്തം വീട്ടിൽ പോയി നിൽക്കുകയൊക്കെ ചെയ്തു. പലരും അവരെ ഉപദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പിന്നെയും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. ഒരു ദിവസം ആ കത്തിക്കാനിട്ടിരുന്ന സ്ഥലത്ത് നിന്ന് എടുത്തു വെച്ച ആ പെർഫ്യൂം ബോട്ടിലെടുത്ത് മുറിയിലും ഡ്രസ്സിലുമെല്ലാം അടിച്ചിട്ട് അവൾ സന്തോഷത്തോടെ വന്ന് കിടന്നു. ചൂടുകാലമായതുകൊണ്ട് ജനൽ തുറന്നിട്ടിരുന്നു. രാത്രി വലിയ ശബ്ദത്തിൽ ജനൽ അടയുന്ന കേട്ടാണ് ഞാൻ ചാടി എഴുന്നേറ്റത്. ജനലിൻ്റെ അങ്ങോട്ട് നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് പേടിച്ച് വിറച്ച് നിൽക്കുന്ന ഭാര്യയാണ് ഞാൻ കണ്ടത്. ഒരു കുഞ്ഞ് കിടന്ന് വിറയ്ക്കുന്നത് പോലെ അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവളെ കൊണ്ടുവന്ന് കട്ടിൽ കിടത്തി. അവൾ അപ്പോഴും ഞാൻ കണ്ടു, സത്യമായും കണ്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു. രാവിലെ പതിവ് പോലെ അവൾ നേരത്തെ എഴുന്നേറ്റു. എനിക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണമെല്ലാം തയ്യാറാക്കി. ഞാൻ മനഃപൂർവ്വം രാത്രി നടന്നത് എന്താണെന്ന് ചോദിച്ചില്ല. ഇടയ്ക്ക് ഞാൻ ഫോൺ ചെയ്തപ്പോഴും അവൾ നോർമലായിട്ടാണ് സംസാരിച്ചത്. വൈകുന്നേരം അല്പം വൈകിയാണ് ഞാൻ ഓഫീസിൽ നിന്നിറങ്ങിയത്. വീട്ടിൽ വന്നപ്പോൾ വാതിൽ തുറന്ന് കിടക്കുന്നു. ഞാൻ ബെല്ലടിച്ചിട്ടും ഒരനക്കവും കണ്ടില്ല. കുളിക്കുകയായിരിക്കുമെന്ന് കരുതി ഞാൻ അകത്തേക്ക് കയറി ചെന്നു. അവൾ ജനലിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ വിളിച്ചിട്ടൊന്നും ഒരു റെസ്പോൺസും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത് ചെന്ന് അവളെ ഒന്ന് തൊട്ടു. അത് അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തലകറങ്ങി വീണു. എൻ്റെ ചുറ്റുമുള്ളവരെ വിളിച്ചു വരുത്തി. തളർന്നു കിടക്കുന്ന അവളെ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് കട്ടിലിൽ കൊണ്ട് കിടത്തി. പാതിരാത്രിയിൽ എഴുന്നേറ്റ് ജനലിലൂടെ നോക്കി നിൽക്കും. പിറ്റേന്ന് രാവിലെ ഒന്നും നടന്നിട്ടില്ലാത്തതുപോലെ പെരുമാറും. അന്നും ഓഫീസ് വിട്ടു വന്നപ്പോൾ അതേ സംഭവം തന്നെ ആവർത്തിച്ചു. ഞാൻ മാതാപിതാക്കളെ വിവരം അറിയിച്ചു. അവർ രാവിലെ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ നോക്കി. ഞാൻ എങ്ങോട്ടുമില്ല എന്ന് പറഞ്ഞ് അവൾ വാശി പിടിക്കാൻ തുടങ്ങി. ഞാനും ലീവ് എടുത്ത് പോകാൻ തീരുമാനിച്ചു. ഓഫീസിൽ മാനേജറോട് കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നല്ലൊരു ഡോക്ടറെ കാണിക്കും, ചിലപ്പോൾ ഡിപ്രഷൻ എന്തെങ്കിലും ആയിരിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം ലീവ് അനുവദിച്ചു തന്നു. ഡോക്ടറെ കാണിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവരുടെ മാതാപിതാക്കൾ എതിർപ്പുമായി മുന്നോട്ട് വന്നു. ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. കുടുംബമാണല്ലോ വലുത്. ഞാൻ സമ്മതിച്ചു. വീട്ടിൽ കൊണ്ടു ചെന്നിട്ട് അവരുടേതായ രീതികളിൽ പലതും അവർ ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഓഫീസിലേക്ക് പോകേണ്ടത് കൊണ്ട് ജോലി സ്ഥലത്തേക്ക് പോന്നു. പകലെല്ലാം അവൾ ഓക്കെയാണ്, രാത്രിയാണ് പ്രശ്നം. മുൻ ഭാര്യയുടെ ആത്മാവ് കൂടിയതാണെന്ന് അവരുടെ വിശ്വാസ ഗുരുക്കന്മാരാരോ പറഞ്ഞു അത്രേ. അതിനെ ഒഴിപ്പിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കാതെ അവർ പ്രാർത്ഥനകളും ചടങ്ങുകളും മറ്റും നടത്തുകയാണ്. എന്ത് ചെയ്തിട്ടും ഈ പ്രശ്നത്തിന് പരിഹാരം വരാതിരുന്നപ്പോഴും അവസാനം അവരുടെ ആത്മീയ ഗുരു തന്നെ പറഞ്ഞു, അവൻ ഇപ്പോഴും ആ പെൺകുട്ടിയോടുള്ള സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്, അവനെയും പ്രാർത്ഥനയ്ക്ക് വിളിച്ചു വരുത്തണമെന്ന് പറഞ്ഞു. ഞാൻ ലോങ് ലീവ് എടുത്ത് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് അവളുടെ അവസ്ഥ കണ്ട് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാതെ അവർ വിശ്വാസങ്ങളും പ്രാർത്ഥനകളുമായി മുന്നോട്ട് പോയി. ഭക്ഷണം കഴിക്കാതെയുള്ള
പ്രാർത്ഥനകളും മറ്റുമായി മുന്നോട്ട് പോയതുകൊണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. വരുന്നവരും പോകുന്നവരുമെല്ലാം ഞങ്ങളെ പ്രേതബാധയുള്ളവരെ നോക്കുന്ന പോലെ നോക്കാൻ തുടങ്ങി. എന്തെങ്കിലും ഞങ്ങൾ പറഞ്ഞാലോ ഉച്ചത്തിൽ ചിരിച്ചാലോ എല്ലാം അവർക്ക് പ്രേതബാധയാണ്. മാനസികമായി തകർന്ന് ആരോടും ഒന്നും പറയാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യാൻ പോലും തീരുമാനിച്ചു. അവസാനം ഗതികെട്ടാണ് ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ വീട്ടുകാരെങ്കിലും സമ്മതിച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇവിടെ അതെല്ലാം പറയാൻ പറ്റില്ല. പിന്നെ അതുമാത്രമല്ല, പ്രശ്നങ്ങൾ ആരോട് പറയും എന്നറിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വിശ്വാസത്തിൻ്റെ പല പ്രശ്നങ്ങളും അവരനുഭവിക്കേണ്ടി വരും. അവർ അവരുടെ വിശ്വാസങ്ങളെല്ലാം ഞങ്ങളോട് പറയാൻ തുടങ്ങി. കേൾക്കാൻ വളരെ രസകരമായിരുന്നു ആ അനുഭവം. ഞങ്ങൾ ആ പെൺകുട്ടിയെ കാണാൻ അനുവാദം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവരുടെ ആത്മീയ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ കണ്ടാൽ മതിയെന്ന്. ഞങ്ങൾ അവരുടെ ഭർത്താവും പിന്നെ ആത്മീയ ഗുരുവും മറ്റു ചിലരുമായി അവരെ കാണാൻ റൂമിലേക്ക് കയറി ചെന്നു. അവരുടെ ഭർത്താവ് എന്നെ പരിചയപ്പെടുത്തി. അപ്പോൾ തന്നെ ആ പെൺകുട്ടി ചിരിച്ചിട്ട് പറഞ്ഞു, സാർ എനിക്ക് ഭ്രാന്തില്ല. ഞാനും ചിരിച്ചു കൊണ്ട് പറഞ്ഞു, അതിന് ഞങ്ങൾ ഭ്രാന്തിന് ചികിത്സിക്കുന്നവരുമല്ല. ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ അവരുടെ ഗുരു പ്രാർത്ഥിച്ച് ചില ശബ്ദങ്ങളും മറ്റും പുറപ്പെടുവിക്കാൻ തുടങ്ങി. ഞാൻ അദ്ദേഹത്തോട് ബഹുമാനത്തോടെ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഉടനെ തന്നെ അദ്ദേഹം സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുമായി നടുമുറിയിലേക്ക് പോയി. ഞങ്ങൾ ഈ പെൺകുട്ടിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും പുറത്ത് ഉച്ചത്തിൽ പ്രാർത്ഥനകളും കയ്യടികളും മുഴങ്ങിക്കൊണ്ടിരുന്നു. ആ പെൺകുട്ടിയോട് കാരണങ്ങൾ ചോദിച്ചു. ഭർത്താവിനും ചുറ്റുമുള്ളവർക്ക് ആദ്യ ഭാര്യയോടാണ് ഇഷ്ടം. എനിക്ക് ഭർത്താവിനെ ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും കേട്ട് മനസ്സിലാക്കിയതനുസരിച്ച് ഞാൻ അവരെ പോലെ ആകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ പെർഫ്യൂം അടിച്ച രാത്രിയിൽ ജനാലയ്ക്കരികിലായിട്ട് ഞാൻ അവരെ കണ്ടിരുന്നു. സത്യത്തിൽ ഞാൻ നല്ലതുപോലെ ഭയന്നുപോയി. പിന്നെ പലപ്പോഴും ഞാൻ ആ ജനാലിനടുത്ത് പോയി നിൽക്കും. അവരെ കണ്ട നിമിഷം എന്തോ ഒരു തരിപ്പും ക്ഷീണവും എന്നെ പിടിച്ചു. പെട്ടെന്ന് എൻ്റെ പെരുമാറ്റമെല്ലാം മാറി. എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെയായി. ഞാൻ ഈ വിഷയങ്ങളെല്ലാം ആത്മീയ ഗുരുവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ പെൺകുട്ടിയുടെ ആത്മാവ് എൻ്റെ ശരീരത്തിൽ കയറി എന്ന് പറഞ്ഞു. സത്യത്തിൽ പേടിച്ചു പോയി. പിന്നെ വീട്ടിലെ പല സാധനങ്ങളും അടുക്കി വെച്ചതുപോലെ ആയിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ കാണുന്നത്. പലതും മറിഞ്ഞ് താഴെ വീഴുന്നു, സ്ഥാനം തെറ്റിയിരിക്കുന്നു. ഇതെല്ലാം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. എനിക്ക് സ്വയം മനസ്സിലായി ഞാനല്ല, പകരം ആ മരണപ്പെട്ട കുട്ടിയാണ് എന്നിലുള്ളതെന്ന് മനസ്സിലായി. ഇടയ്ക്കൊക്കെ ഞാൻ എന്നിലേക്ക് മടങ്ങി വരും. അപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിച്ചും മറ്റു കാര്യങ്ങൾ ചെയ്തും ഈ പെൺകുട്ടിയുടെ ആത്മാവിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ ആ ആത്മാവ് വയലൻ്റായി എൻ്റെ ചെവിയിൽ വന്ന് ഭയപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങി. ഇവിടെ നിങ്ങൾ വരുന്നവരെ ഉണ്ടായിരുന്നു, നിങ്ങൾ പ്രേതത്തെ പിടിക്കുന്ന ആളല്ലേ, അതാ അവൾ ഇവിടെ നിന്ന് പോയതെന്ന് പറഞ്ഞു. ഒരു ചിരിയോടെ ഞാൻ അവരുടെ ഹസ്ബൻഡിനെ നോക്കി. സാറിനെ പറ്റി ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞു കേട്ടതെല്ലാം ഞാൻ ഇവളോട് പറഞ്ഞിരുന്നു. ഞാൻ അപ്പോഴും ഒരു ചിരി ചിരിച്ചതേ ഉള്ളൂ. ഉദ്ദേശം നിരുപദ്രവവും സത്യവുമാണെങ്കിൽ ചില കാര്യങ്ങളിൽ പ്രകൃതിയും നമ്മുടെ കൂടെ നിൽക്കും. പെട്ടെന്ന് അവിടുത്തെ അന്തരീക്ഷമെല്ലാം മാറാൻ തുടങ്ങി. ശക്തമായ കാറ്റും മഴയും എല്ലാം പെയ്തു. കൗൺസിലിങ്ങിനും ഹിപ്നോസിസിനും ഇടയിൽ ആ പെൺകുട്ടി അറിയാതെ ഉറങ്ങിപ്പോയി. മുറ്റത്ത് നിന്ന കവുങ്ങ് മരമെല്ലാം ഒടിഞ്ഞു വീണു. അപ്പോൾ അവിടെയുള്ളവരെല്ലാം പറഞ്ഞു പ്രേതാത്മാവ് വിട്ടുപോയി, അതിന് അടയാളം കാണിച്ചതാണെന്നൊക്കെ പറഞ്ഞു. 1.5 മണിക്കൂറോളം ഉറങ്ങി എഴുന്നേറ്റ് അവർ ഭക്ഷണം ചോദിച്ചു. അത് നൽകിയതോടെ തളർച്ച തോന്നി തുടങ്ങി. എൻ്റെ കൂടെ വന്നതിൽ ഒരാൾ ഡോക്ടറായിരുന്നു. തുടക്കത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ സമ്മതിക്കാത്തത് കൊണ്ട് അത് പറയാതിരുന്നു എന്ന് മാത്രം. അദ്ദേഹം ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഇത്രയും നാൾ ഭക്ഷണം കഴിക്കാതിരുന്ന് പെട്ടെന്ന് ഫുഡ് ചെന്നതിൻ്റെ ക്ഷീണമാണ്, മാറിക്കോളും. കരിക്ക് വെള്ളം കൊടുക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് അവർ തന്നെ എഴുന്നേറ്റ് വന്നു. സാർ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തന്നില്ലേ? അത് കുടിച്ച ഉടനെ തന്നെ എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ പൊട്ടി ഞാൻ പുറത്തു വന്നതുപോലെ തോന്നി. അതാണ് ഞാൻ പെട്ടെന്ന് തളർന്നു വീണതെന്ന് പറഞ്ഞു. കൂടെ നിന്ന് അവരുടെ ഗുരുക്കന്മാരും എല്ലാവരും അവരുടെ പ്രാർത്ഥന ഫലം കണ്ടതിൽ വളരെ ഉച്ചത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് കൈയടിച്ച് അവർ പിന്നെയും പാടാൻ തുടങ്ങി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരം ജോലി സ്ഥലത്ത് വന്നു കഴിയുമ്പോൾ ഞങ്ങളെ ഒന്നും കൂടി കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഞങ്ങൾ യാത്ര തിരിച്ചപ്പോഴത്തേക്കും വളരെ ദൂരം ഇവരുടെ ബാൻഡിൻ്റെയും പാട്ടിൻ്റെയും ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. ചില പ്രശ്നങ്ങൾ നമ്മൾ തന്നെ സ്വയം ചിന്തിച്ചുണ്ടാക്കുന്നതാണ്. കൂട്ടിന് വിശ്വാസം കൂടി ചേരുമ്പോൾ ചില വലിയ അപകടങ്ങൾക്ക് കാരണമായേക്കും. നിങ്ങൾക്ക് മാനസികമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്, എങ്ങനെ ആരോട് സംസാരിക്കണമെന്ന് അറിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവേത് ഞങ്ങളുമായി സംസാരിക്കാവുന്നതാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.